ഹലോ. അപ്പം ഞാനും അമ്മയും കൂടെ ഇന്ന് നമ്മുടെ പുതിയ വീട് വെക്കുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ഭാഗം പൂശിയിട്ടിട്ടുണ്ട്. അവിടെ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നടന്നാണ് പോകുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ദൂരമുണ്ട്. എന്നും അച്ഛനാണ് ഇവിടെ വെള്ളം ഒഴിക്കാൻ വരണം. അപ്പം ഇന്ന് അച്ഛന് കടയിൽ നല്ല ജോലി ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കൂടി വന്ന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പോകുന്ന പോക്ക്. ഇത്രയും സ്പീഡിൽ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ലേറ്റായിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6:30 സമയമായിട്ടുണ്ട്. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇരുട്ട് വീഴും. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിന് പോകുന്നത്. പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് നടന്നു പോകാനുള്ളതുകൊണ്ട് വേഗം പോകണം. അപ്പം ഇതാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് വശം. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്നറിയോ ഇത്? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ 26 വർഷത്തെ കാത്തിരിപ്പാണ് സ്വന്തമായിട്ടൊരു വീട്. ഇപ്പോഴും സ്വന്തം വീട്ടിലാണ് കഴിയുന്നതെങ്കിലും അവിടെ നമുക്ക് അച്ഛമ്മയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് കൊണ്ട് അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇതാ നമ്മുടെ സ്വന്തമായിട്ടൊരു വീട് പൂർത്തിയാവാറായിട്ടുണ്ട്. ഇനിയും കുറേ പണികളുണ്ട്. പക്ഷേ ഇനി താമസിച്ചുകൊണ്ട് കുറേശ്ശെ പണികൾ തീർക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് പണികളൊക്കെ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഭയങ്കര ചെറിയ വീട്. നമ്മളിപ്പോൾ വെക്കുന്ന വീടും ചെറിയ വീട് തന്നെയാണ്. എന്നാലും ഫുള്ള് പൊളിഞ്ഞ് നേരെ ചൊവ്വേ ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ നല്ല അടുക്കള പോലും ഇല്ലാത്തൊരു വീട്ടിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വെക്കുന്ന വീട്ടിൽ എൻ്റെ അമ്മ പണ്ടേ പറയുമായിരുന്നു, നല്ലൊരു അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ദിവസം നമുക്ക് എന്ന് വരുമോ എന്തോ, നല്ലൊരു തറയിൽ നിന്ന് നീണ്ടു നിവർന്നിങ്ങനെ കിടക്കണം. കാരണം ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ 2 ചെറിയ റൂം, അടുക്കളയെന്ന് പറയാൻ ഇല്ല. ഹോളിലാണ് നമ്മൾ ഫുഡ് വയ്ക്കണതും കാര്യങ്ങളൊക്കെ. അത് ഗ്യാസ് ഉള്ളതുകൊണ്ട് ഗ്യാസ് എടുത്ത് അകത്ത് വെച്ചിട്ട് അങ്ങനെയാണ് വേവിക്കുന്നത്. അടുക്കള ഇല്ല ഈ വീട്ടിൽ. അതുകൊണ്ട് ഈ 2 റൂമിലാണ് എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാൻ പോലും സ്ഥലമില്ല. ഞെരുങ്ങി ഒരു റൂമിൽ. ചേട്ടൻ ഈ വീട്ടിലല്ല, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവൻ അമ്മമ്മേരെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു റൂമിൽ അങ്ങനെ എല്ലാത്തിനും അവസാനമായിട്ട് നമ്മുടെ സ്വപ്ന ഭവനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെറിയ കിണറ്, പെട്ടെന്ന് കോരി തീരും. അങ്ങനെ ഞാൻ കോരി ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മ ചുവരിലൊക്കെ വെള്ളം കോരി അടിച്ച് നനയ്ക്കുന്നുണ്ട്. അകത്ത് ഫുള്ള് പൂശി കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് വെളിയിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് മാത്രമേ പൂശുന്നുള്ളൂ. വെളിയിൽ സൈഡൊന്നും പൂശുന്നില്ല. അതൊക്കെ ഇനി പൈസ വന്നിട്ട് കുറേശ്ശെയായിട്ട് പൂശിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പോകാനിറങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അവിടെ ഉത്സവം തുടങ്ങാറായി. അങ്ങനെ അവിടെ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. നമ്മുടെ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് നടക്കാനുണ്ടെങ്കിലും എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സൈലൻസാണ്, ഒരു നാട്ടിൻപുറമാണ്. ഫുള്ള് സൈഡിലൊക്കെ മാവും വയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതുവഴി നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. വൈകിട്ടൊക്കെ നിനക്ക് വരുമ്പോൾ പയ്യ ഇങ്ങനെ നടന്ന് മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഞാനും അമ്മയും കൂടെ പതുക്കെ കഥകളൊക്കെ പറഞ്ഞ് നടന്ന് പകുതിയായിട്ടുണ്ട്. അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലത്തിന് എന്തോന്ന് കുഴപ്പം, എന്ത് കുറവുണ്ട്, ഇവിടെ അതുണ്ട് ഇതുണ്ട്, അത് വരാൻ പോണ് ഇത് വരാൻ പോണ് എന്നൊക്കെ തള്ളി മറിയുകയാണ്. ഈ പോകുന്ന വഴിക്കിന് കടയിൽ കയറി പാലും വൈകിട്ടത്തേക്കുള്ള കടിയൊക്കെ മേടിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.